നമസ്കാരം, വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. നിപ രോഗബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ രോഗം സ്ഥിരീകരിച്ച 14-കാരന്റെ സ്വദേശമായ പാണ്ടിക്കാട് പഠിക്കുന്ന സ്കൂൾ ഉൾപ്പെടുന്ന ആനക്കയം ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ VR വിനോദ് ഉത്തരവിട്ടു. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരന് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗത്തെ നേരിടാൻ സംസ്ഥാനം പൂർണ്ണ സജ്ജമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് നടത്തിയ നിപ പരിശോധനയിലും പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലത്തിലും നിപ രോഗബാധ സ്ഥിരീകരിച്ചു. ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ പരിശീലനം നൽകുന്ന കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ തിരുവനന്തപുരം നാഷണൽ കരിയർ സർവീസ് സെന്ററും മലപ്പുറം പരിവാറും ചേർന്ന് ഭിന്നശേഷിക്കാർക്കായി തൊഴിൽ അസസ്മെന്റ് ക്യാമ്പ് സംഘടിപ്പിച്ചു. MLA കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ട്രെയിൻ യാത്രാ ദുരിതവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുയർത്തി റെയിൽ സമരം സംഘടിപ്പിച്ചു. തിരൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പ്രതിഷേധ സമരത്തിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിയാരങ്ങാടി ഹനുമാൻകാവ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനായി MLA കുറുക്കോളി മൊയ്തീൻ സ്ഥലം സന്ദർശിച്ചു. ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് MLA പ്രദേശവാസികൾക്ക് ഉറപ്പു നൽകി. റോഡിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി വെട്ടം ടെലിവിഷൻ വാർത്ത നൽകിയിരുന്നു. സീനിയർ സെക്കൻഡറി MUS സെൻട്രൽ സ്കൂൾ തിരൂർ ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടന പ്രഖ്യാപനമായ വിഷൻ 2024 വിവിധ കലാപരിപാടികളോടെ തുടക്കം കുറിച്ചു. സബ് കളക്ടറും തിരൂർ സബ് ഡിവിഷണൽ മജിസ്ട്രാറുമായ സച്ചിൻ കുമാർ യാദവ് IAS ചടങ്ങിൽ മുഖ്യാതിഥിയായി. നിയമം ലംഘിച്ച് ഭാരതപ്പുഴയിൽ കന്നുകാലികളെ അഴിച്ചുവിട്ട സംഭവത്തിൽ കന്നുകാലി ഉടമയ്ക്ക് തവനൂർ പഞ്ചായത്തിൽ 10,000 രൂപ പിഴയിട്ടു. തവനൂർ സ്വദേശിയുടേതടക്കം 10 കന്നുകാലികളെ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഇടപെട്ട് പുഴയുടെ തുരുത്തിൽ നിന്നും രക്ഷപ്പെടുത്തി തവനൂരിൽ എത്തിച്ചിരുന്നു. ഇതിൽ 6 എണ്ണം തവനൂർ സ്വദേശിയുടേതാണ്. തുടർന്നാണ് ഇയാളിൽ നിന്ന് പിഴ ഈടാക്കിയത്. രാജീവ് ഗാന്ധി സ്റ്റേഡിയം മൈതാനം നവീകരണം ജനപ്രതിനിധികളുടെയും സർക്കാരിന്റെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ ഫണ്ട് ശേഖരിച്ച് ഉടൻ നവീകരിക്കുമെന്ന് സന്ദർശിച്ച കുറുക്കോളി മൊയ്തീൻ MLA പറഞ്ഞു. സ്റ്റേഡിയത്തിന് അനുവദിച്ച 10 കോടി രൂപ വേറെ സ്റ്റേഡിയത്തിനായി സർക്കാർ വക മാറ്റി നൽകിയതായും MLA ആരോപിച്ചു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ അടിച്ചു തകർത്തതായി പരാതി. പൂഴിമുന്ന് ഗരുഡൻകാവ് റോഡിൽ കാരാട്ടുപറമ്പിൽ ജാഫറിന്റെ കാറാണ് തകർത്തത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. നേരിട്ട അനുഭവങ്ങൾ സദസ്സിന് മുമ്പിൽ അവതരിപ്പിച്ച് വിസ്മയമായി ഗണേഷ് കൈലാസ്. തലക്കടത്തൂർ ഗ്രേസ് പാലിയേറ്റീവ് സെന്റർ സംഘടിപ്പിച്ച വളണ്ടിയർ പരിശീലന പരിപാടിയിൽ മോട്ടിവേഷൻ ക്ലാസിന് നേതൃത്വം നൽകിയ പാലക്കാട്ടെ ഗണേഷ് കൈലാസിന്റെ അനുഭവ കഥകൾ സദസ്സിനെ ചിന്തിപ്പിച്ചു. തിരുനാവായ കാതനങ്ങാടിയിൽ വാടക ക്വാർട്ടേഴ്സിൽ വെച്ച് തീപ്പൊള്ളലേറ്റ ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരണപ്പെട്ടു. പട്ടാമ്പി കൈപ്പുറം സ്വദേശി മുഹമ്മദ് മുസ്തഫയുടെ ഭാര്യ സീനത്താണ് മരണപ്പെട്ടത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.